ചില വിഷയങ്ങൾക്കൊക്കെ ഭയങ്കര തടസ്സം കാണും. ചില കാര്യങ്ങൾ നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇതുവരെ തീരുമാനമെടുത്തു കാണും. പലരോട് പറഞ്ഞു കാണും, എൻ്റെ പാസ്റ്ററെ ഈ സംഭവം കണ്ടു കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞു കാണും. അതൊക്കെ ദൈവത്തെ വിലയ്ക്ക് വാങ്ങുന്നത് പോലെയാണ്. സ്തോത്രം. നമ്മളിപ്പോൾ പറയാം, നമ്മുടെ കൊച്ചിന് പ്രാവശ്യം എൻട്രൻസിന് സ്തോത്രം ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഞാനൊരു ഫാൻ മേടിച്ച് തന്നേക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇപ്പോൾ ഫാനിൻ്റെ ആവശ്യമൊന്നും അത്ര നിർബന്ധം. നീ ഫാൻ കൊടുത്തിട്ട് വേണോ ദൈവത്തിന്? അപ്പോൾ അതൊരു കൊച്ചാക്കുന്ന ഇടപാടാണ്. സ്തോത്രം. നല്ല കാര്യങ്ങളായിരിക്കാം ഒരു സംഘടന എന്ന നിലയ്ക്ക്. പക്ഷെ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കണം. എൻ്റെ ഈ വിഷയം എനിക്ക് ന്യായമായും കിട്ടേണ്ടതാണ്. ഇത് ഇവിടെ ഇരിക്കേണ്ടതാണ്. ഇത് അന്യൻ്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ല. ഇത് ഞങ്ങൾ അനുഭവിക്കേണ്ടതാണ്. ഇത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. ഇതെൻ്റെ അപ്പൻ്റെ സ്വത്താണ്. ഇത് ദൈവത്തിൻ്റെതാണ്. ഇത് മറ്റൊരുത്തൻ അനുഭവിക്കരുത്. ന്യായമായും എനിക്കുള്ളതാണ്. ഇതെൻ്റെ കുഞ്ഞിൻ്റെ അവകാശമാണ്. ഇത് ഞങ്ങൾക്കുള്ളതാണ്. എന്നെ ദൈവം വിളിച്ചതാണ്, എന്നെ ഏൽപ്പിച്ചതാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ ദൈവത്തോട് പറയണം, എൻ്റെ അവകാശം, എൻ്റെ കൃപ, എൻ്റെ ശുശ്രൂഷ, എൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടേണ്ടതിന് ഞാൻ ചില തീരുമാനമെടുക്കുകയാണ്.